ആർഎസ്എസിനെ പൂർണ്ണമായും തള്ളി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ആർഎസ്എസിന്റെ സഹായം പാർട്ടിക്ക് ആവശ്യമില്ലെന്നും സഹായം ആവശ്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നും പാർട്ടി വളർന്നുവെന്നും ജെ.പി. നദ്ദ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബിജെപി അധ്യക്ഷൻ ആർഎസ്എസിനെ തള്ളിയത്. ബിജെപി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നും സ്വയം പ്രാപ്തിയുണ്ടെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. RSS ആശയങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ അകലുന്നുവെന്ന കടുത്ത അതൃപ്തി തീവ്ര ഹിന്ദുത്വവാദികൾക്കിടയിൽ ഉള്ളപ്പോഴാണ് ജെ.പി. നദ്ദയുടെ പ്രതികരണം. ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജെ.പി. നദ്ദ RSSനെ പൂർണ്ണമായും തള്ളിയത്. RSS സഹായം ആവശ്യമായിരുന്ന കാലത്തിൽ നിന്നും പാർട്ടി വളർന്നു. ഇപ്പോൾ സ്വയം പ്രാപ്തിയുണ്ടെന്നും നദ്ദ പറയുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്നും ബി.ജെ.പിയിലെ RSS സാന്നിധ്യം എങ്ങനെയാണ് മാറിയതെന്ന ദേശീയ മാധ്യമ ലേഖകന്റെ ചോദ്യത്തിനായിരുന്നു നദ്ദയുടെ മറുപടി. തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു, RSSന് ആവശ്യവുമായിരുന്നു. ഇന്ന് ഞങ്ങൾ വളർന്നു. ഇന്ന് ഞങ്ങൾ ശേഷിയുള്ളവരാണ്. ബി.ജെ.പി സ്വന്തമായി പ്രവർത്തിക്കുന്നു. RSS സാംസ്കാരിക സാമൂഹിക സംഘടനയും ബി.ജെ.പി രാഷ്ട്രീയ സംഘടനയുമാണ്. RSS ഒരു പ്രത്യയശാസ്ത്ര സംഘടനയാണ്. അതാണ് ഇപ്പോഴുള്ള വ്യത്യാസമെന്നും നദ്ദ ചൂണ്ടിക്കാട്ടി. രണ്ടാം മോദി സർക്കാരിന്റെ കാലഘട്ടമായതോടെ ബി.ജെ.പി RSS നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതായി തീവ്ര ഹിന്ദുത്വവാദികളും RSSനോട് ചേർന്ന് നിൽക്കുന്നവരും വിമർശിച്ചിരുന്നു. മാത്രമല്ല ബി.ജെ.പിയും RSSും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും കുറേ നാളുകളായി സങ്കീർണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വളർച്ച RSSന് മുകളിലാണെന്ന വിലയിരുത്തലാണ് തീവ്ര ഹിന്ദുത്വവാദികൾക്കുള്ളത്. 2005 30 വർഷത്തിലധികം ബി.ജെ.പി നയിച്ച LK അദ്വാനിയെ RSS മാറ്റിയതും ഇതേ അതൃപ്തിയിലായിരുന്നു. ജെ.പി. നദ്ദയുടെ പ്രസ്താവനയുടെ സമാനമായ സാഹചര്യം ബി.ജെ.പിയിലും RSSലും ഉടലെടുത്തുവെന്നത് വ്യക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബി.ജെ.പി അധ്യക്ഷന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയം. കൈരളി ന്യൂസ്, ദില്ലി.